ഹായ്. അപ്പോൾ ഇന്ന് ഓപ്പൺ അവയർനെസ് മെഡിറ്റേഷനെ പറ്റി പറയാം. എനിക്ക് തോന്നുന്നു യോഗിമോ റിംപോച്ചെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ച് ഇപ്പോൾ കാണാറുള്ളത്. അദ്ദേഹം വജ്രയാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വജ്രയാന ബുദ്ധിസത്തിലാണ് അവയർനെസ്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഈ സനാതന ധർമ്മവുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്ന മതങ്ങളിലും അതിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ധ്യാനത്തിലും എപ്പോഴും ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. അതായത് നിങ്ങളിപ്പോൾ ശ്വാസത്തെ ശ്രദ്ധിക്കുകയാണ്, അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന ശബ്ദത്തെ ശ്രദ്ധിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്തുന്ന വിളക്കിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ശ്രദ്ധ അറ്റൻഷൻ പോകുന്നത് എപ്പോഴും ഒബ്ജക്റ്റിലോട്ടാണ്. ഇതിലിപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ശ്വാസമാണെങ്കിൽ ശ്വാസമാണ് ഒബ്ജക്റ്റ്. പക്ഷെ വജ്രായന ബുദ്ധിസ്റ്റ് എപ്പോഴും പറയുന്നത് സബ്ജക്റ്റിനെ പറ്റിയാണ്. അതായത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവയർനെസ്. അവയർനെസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, അറിവ്, അറിയുന്ന ആൾ, ശുദ്ധമായ ബോധത്തെ പറ്റിയാണ് പറയുന്നത്. വജ്രായന ബുദ്ധിസത്തിൽ തന്നെ പറയുന്നത് എസൻസ് ഓഫ് മെഡിറ്റേഷൻ, മെഡിറ്റേഷൻ്റെ ധാതു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സത്ത എന്ന് പറയുന്നത് അറ്റൻഷനാണ്, അല്ലെങ്കിൽ അവയർനെസ് ആണ്, അല്ലെങ്കിൽ ശ്രദ്ധയാണ്, അല്ലെങ്കിൽ ബോധമാണ്. അപ്പോൾ ഈ ഓപ്പൺ അവയർനെസ് മെഡിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോർമലി ഒബ്ജക്റ്റീവ് വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ഓപ്പൺ അവയർനെസ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ചെയ്യാം, പക്ഷെ അത് എത്രത്തോളം ഐഡന്റിഫൈ ചെയ്യുന്നതിന് സംശയമുണ്ട്. ഈ ഒബ്ജക്റ്റ് വെച്ച് ചെയ്യുന്ന ഫോർമൽ മെഡിറ്റേഷൻസിന്, അതായത് ശ്വാസമായാലും മറ്റു കാര്യത്തിലായാലും ഒരു ദിവസം 15 മിനിറ്റ് ഇരുന്ന് ചെയ്യുന്ന മെഡിറ്റേഷന് ഞാൻ പൊതുവെ എതിരാണ്. കാരണം അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ലെന്നും അത് ചെയ്യുന്നത് ചിലപ്പോൾ വിപരീത ഫലം ഉണ്ടാക്കുമെന്നും അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെതിരായിട്ട് സംസാരിക്കാറുള്ളത്. അതേസമയം ഈ ഓപ്പൺ അവയർനെസ് മെഡിറ്റേഷൻ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. കാരണം നമ്മളൊരു പർട്ടിക്കുലർ വസ്തുവിലോട്ട് നമ്മുടെ അറ്റൻഷൻ പിടിച്ചു നിർത്താനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ മനസ്സിനെ ഒരു ലോക്കിലേക്ക് കൊണ്ടുവരാനോ നോക്കാറില്ല. മനസ്സിനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്നതാണ് ഓപ്പൺ അവയർനെസ് മെഡിറ്റേഷൻ. അതുകൊണ്ട് തന്നെ ഓപ്പൺ അവയർനെസ് മെഡിറ്റേഷൻ വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കും, എപ്പോഴും എവിടെയും ചെയ്യാൻ സാധിക്കും. അത് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അവയർനെസ്, അതായത് ശുദ്ധമായ ബോധത്തിൻ്റെ ഒരു പരിമിതികളില്ലാത്ത വാസ്റ്റ്നെസ്, ആ ഒരു വലിയൊരു സ്പേസ് നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് മെഡിറ്റേഷനെ പറ്റി ഇന്ന് സംസാരിക്കാൻ ഞാൻ വിചാരിച്ചത്. അതിനൊരു ട്രയൽ നമുക്കിപ്പോൾ ട്രൈയും ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഈസിയായിട്ട് സാധിക്കും. നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട രണ്ട് സ്റ്റെപ്പുകളാണ്. ഇത് യോഗിമോ റിംപോച്ചയുടെ അതേ മെത്തേഡ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. രണ്ട് സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വളരെ കംഫർട്ടബിളായ ഒരു പൊസിഷൻ എടുക്കുക. ആ പൊസിഷനിൽ ഇരിക്കുക. വെറുതെ ഇരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട. വെറുതെ ഇരുന്ന് സ്വസ്ഥമായി പത്മാസനത്തിൽ ഇരിക്കണമെന്ന് അങ്ങനെ ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എവിടെയാണോ സുഖമായിരിക്കാൻ കഴിഞ്ഞാൽ സുഖമായി കംഫർട്ടബിളായി സ്പൈനൊക്കെ ഒന്ന് നേരെ വെച്ച് നടുവൊക്കെ ഒന്ന് നിവർത്തി വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഇരുന്നിട്ട് നിങ്ങൾ സ്വയം ഒന്ന് റിലാക്സ് ആവുക, അല്ലെങ്കിൽ റിലാക്സ് ആവാൻ ശ്രമിക്കുക. ഇങ്ങനെ ലെറ്റ് ഗോ ചെയ്ത് വെറുതെ ഇരിക്കുക. റിലാക്സ് ആവാൻ വേണ്ടി നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒബിയസ്ലി റിലാക്സ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. സാരമില്ല, റിലാക്സ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ വെറുതെ ലൈക്ക് ആ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ഇരിക്കുക. റിലാക്സേഷൻ ചിലപ്പോൾ സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ഇരിക്കുക. വെറുതെ ഇങ്ങനെ ഇരുന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ വളരെ റിലാക്സ്ഡ് ആണ്, നിങ്ങൾ റിലാക്സ്ഡ് അല്ലായിരിക്കാം. ആയിക്കോട്ടെ, അങ്ങനെ ഇരുന്നോളൂ. ചിന്തകൾ വല്ല വരുന്നുണ്ടോ? സാരമില്ല, വന്നോട്ടെ, ചിന്തിച്ചോട്ടെ. ശ്വാസം എടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ചിന്തകളെ പിടിച്ച് വലിക്കേണ്ട കാര്യമില്ല. ഒന്നും ചെയ്യണ്ട. വെറുതെ ഇങ്ങനെ ലെറ്റ് ഗോ ആയിട്ടിരിക്കുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ അത് ചെയ്യുക. റിലാക്സ് ആയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. റിലാക്സ് ആകാൻ വേണ്ടി കിടന്ന് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ നമ്മൾ റിലാക്സ് ആയിരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. റിലാക്സ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളപ്പോഴും ഇങ്ങനെ ഇരിക്കും. ചിന്തകൾ വരുന്നുണ്ടോ? ചിന്തകൾ വരും, വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ചിന്തകൾ വരുന്നില്ലേ? അപ്പോഴും കുഴപ്പമൊന്നുമില്ല. ശരീരത്തിൽ എന്തെങ്കിലും സെൻസേഷൻ വരുന്നുണ്ടോ? വന്നോട്ടെ,
ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സ്റ്റെപ്പും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓപ്പൺ അവയർനെസ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു.